സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മളത് പറയാതെ ദൈവം കൊണ്ടുവന്ന് തരും. അതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായെന്നറിയാമോ? കർത്താവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ കുടുംബത്തോട് ദൈവത്തിന് മറ്റുള്ള കുടുംബങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഇഷ്ടം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള വഴിയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് നിങ്ങളെ യേശു സ്നേഹിച്ച അനുഭവങ്ങൾ പറയുക. നിങ്ങളുടെ ഓഫീസിൽ, ജോലി സ്ഥലത്ത്, നിങ്ങൾ പൊതുസ്ഥലത്ത് പോകുമ്പോഴെല്ലാം ആരെങ്കിലും ഒരാളെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. ഈശോയെ, എനിക്കിന്ന് നിന്നെക്കുറിച്ച് ഒരാളോട് പറയണം. പറയാൻ ആരോടാണോ ദൈവം ആഗ്രഹിക്കുന്നത് അവരെ നിങ്ങളുടെ മുമ്പിൽ ദൈവം എത്തിച്ചു തരും. അവരോട് നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗം അതോർത്ത് ഒരുപാട് സന്തോഷിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ്. ദുരിതം എന്ന് ബൈബിളിലെ വാക്കിന്റെ അർത്ഥം ശാപം എന്നാണ്. ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. എന്ത് പ്രതീക്ഷയാണത്? നിങ്ങൾ കർത്താവിനെ ഈ രാജ്യത്ത് മഹത്വപ്പെടുത്തും എന്നോർത്ത് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി അടഞ്ഞ ഒരുപാട് വഴികൾ ദൈവം. സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമ്മളത്